ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയ എല്ലാവരെയും അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ എനിക്ക് കൃപ തരുന്നത് ദൈവം തന്നെയാണ്. ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൃപയും സമാധാനവും സ്നേഹവും എപ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം മാത്രം തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ ഇപ്രകാരമാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ പറഞ്ഞത്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനല്ല. സുവിശേഷം എന്നതോ അത് യേശുക്രിസ്തു തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വിജയങ്ങളും നമ്മുടെ അവിശ്വാസം നിമിത്തം നമുക്ക് നഷ്ടപ്പെടുമെന്ന് നാം അറിയുന്നു. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഒന്നുകിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നാം ദൈവത്തെ അറിയാതെ മുൻപോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ വിജയങ്ങൾ പലതും പരാജയങ്ങളായി മാറിപ്പോകുവാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും, തീർച്ചയായും. എന്നാൽ ആ പരാജയങ്ങളെയൊക്കെയും ജയിക്കുവാൻ തക്ക ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. അത് നാം തിരിച്ചറിയണം. നാം ഒരു വിളക്ക് നമ്മുടെ ഭവനത്തിലുണ്ട്. രാത്രിയായപ്പോൾ ആ വിളക്ക് തെളിക്കാതിരുന്നാൽ അതിന്റെ പ്രകാശം ഇരുട്ടിനെ നീക്കിക്കളയുകയില്ല. നമുക്ക് ഒന്നും വ്യക്തമായി തിരിച്ചറിയുവാനും കഴിയാത്ത അവസ്ഥയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വിതറുവാനാണ് വെളിച്ചമായ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നാം ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ വിശ്വസിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ പരാജയങ്ങളായി മാറിപ്പോകുന്നത്. ആയതിനാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ടതായ ഒരു കാര്യവും നിങ്ങൾക്കില്ല. കാരണം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ദൈവമായ കർത്താവ് തിരുവചനത്തിൽ കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിരിക്കണം, ദൈവത്തിൽ വിശ്വസിച്ചിരിക്കണം. പല വസ്തുക്കളും നമ്മുടെ മുൻപിൽ എത്തുമ്പോഴാണ് നമുക്കതെന്നത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതും അതനുഭവിക്കുവാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ ഞാൻ ചെയ്യുവാൻ കഴിയുമോ എനിക്ക്, എന്റെ ജീവിതത്തിൽ പരാജയമാണോ വിജയമാണോ ചില ചിന്തകളും പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നത് എന്നും നമുക്ക് ബോധ്യമാകണമെങ്കിൽ, നല്ലതും ചള്ളും തിരിച്ചറിയണമെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം ഒരു മനുഷ്യനെയും നന്മയിൽ നിന്ന് തിന്മയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടിയല്ല ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. വിശ്വാസം എന്നാൽ എന്താണ്? ഒരു വസ്തുതയെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്നതല്ല പ്രിയമുള്ളവരെ വിശ്വാസം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു.
കാരണം മനുഷ്യൻ തെറ്റ് ചെയ്തെന്നാൽ ദൈവസന്നിധിയിൽ വിറയ്ക്കേണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നമുക്ക് നന്മ മാത്രം ചെയ്യുവാൻ കഴിയും. കാരണം നന്മ മാത്രമായുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ നന്മയല്ലാതെ ഒരു തിന്മയും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളത് ബൈബിൾ വളരെ വ്യക്തമായി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. എപ്പോഴും പറയുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹം പ്രസിദ്ധനും പ്രഗത്ഭനുമായിരുന്നു, വലിയ ശക്തനായിരുന്നു, റോമ പൗരത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് ദൈവസഭയെ മുടിക്കുകയും ദൈവത്തിന് വിരോധമായുള്ള സകല പ്രവൃത്തികളും ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ദൈവത്തെ അറിയുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, പിന്നീട് ആ മനുഷ്യന്റെ ജീവിതം ദൈവത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ചപ്പോൾ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ മാത്രമായി തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന് നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനേക കഷ്ടതകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയുമൊക്കെ കടന്നുപോയപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. മനുഷ്യരായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ, കഷ്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ മുറുകെ പിടിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ കഷ്ടങ്ങളും ആ പ്രതികൂലങ്ങളെയൊക്കെ നമുക്ക് അനുകൂലമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയുമാണ്. നാം എപ്പോൾ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അപ്പോൾ മുതൽ നാം സുരക്ഷിതരാണ്. കാരണം ദൈവത്തിന്റെ കയ്യിലാണ് നാം ഇരിക്കുന്നത്. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നാം ഓരോന്നും പ്രവർത്തിക്കുന്നത്, നാം ഓരോ വാക്കും ഉച്ചരിക്കുന്നത്. ഇന്നലെ വരെ നാം അപ്രകാരമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ലായിരുന്നുവെങ്കിൽ ഇന്ന് തിരുവചനത്തിൽ പറയുന്നു, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പുതിയ സൃഷ്ടിയാണ്, പുതിയ മനുഷ്യനാണ്. ഇന്നലത്തെ ആ മനുഷ്യൻ ഉണ്ടായിരുന്ന മറ്റൊന്ന് അതില്ലാതെയായിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചുപോയിരിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിൽ കൂടി ഒരു പുതിയ സൃഷ്ടിയാകാൻ കഴിയുമ്പോൾ അതിന്റെ സന്തോഷവും നാം അനുഭവിക്കുന്നതായ എല്ലാ സമാധാനവും ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങളെ എപ്രകാരം കണ്ടെത്തുവാൻ കഴിയുമെന്നും അത് സ്വീകരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതെപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇന്നലെ വരെയുള്ള മനുഷ്യൻ എപ്രകാരമല്ലായിരുന്നു. ധാരാളം കയ്യിൽ ലഭിക്കുന്നുമുണ്ട്, ധാരാളം ചിന്തിക്കുന്നുണ്ട്, എന്നാൽ എല്ലാം വൃഥാമായിരുന്നു. അതൊന്നും ഒരു ഉപയോഗപ്രദമായോ ഒരു പുരോഗതിക്കായോ മാറ്റപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം നമ്മെ നിയന്ത്രിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും. ഇന്നലെ നാം ദുഃഖിച്ചുവെങ്കിൽ ഇന്ന് ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഇന്നലെ നാം ദാരിദ്ര്യം അനുഭവിച്ചുവെങ്കിൽ ഇന്ന് നമുക്ക് ദൈവം സമൃദ്ധിയായി അനുഗ്രഹങ്ങളെ തരും. അതനുഭവിക്കുവാനുള്ള അവസ്ഥ ഏതാണ് എന്ന് നാമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനാണ് യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, അനുഗ്രഹവും ശാപവും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. അത് ഏതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. നാം തിരഞ്ഞെടുക്കുന്നത് തന്നെയായിരിക്കും തലമുറയെയും നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് ലഭിക്കണം. അത് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നാം സുരക്ഷിതരും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാറി വിജയങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ പരിവർത്തിക്കും. അത് നമ്മളെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുവാനും
ഇടയാക്കും. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവനെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നാം ശരിയും തെറ്റും തിരിച്ചറിയുവാൻ വേണ്ടി, തെറ്റുകളെ തിരുത്തി നന്മയെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനായി ജീവിക്കുവാൻ വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർച്ചെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോകുകയും ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. ആ വരവിനായി ഒരുങ്ങിയിരിക്കണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. നടത്താൻ പറ്റിയത് അമ്മാവിന് ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. ഞാൻ ദേവദാസനെ കൊണ്ട് ഇവിടെ പ്രസംഗിപ്പിക്കാനായിരുന്നേ. അല്ല, അത് അപ്പം ദാസൻ പ്രേമിച്ചാരും അത് നമുക്ക് ലോകത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് അത് ദൈവദാസൻ നടക്കുന്ന എനിക്കൊരു ഉത്തരവ്. ഞാൻ കുറച്ചു നേരമായി ഞാനിവിടെ വന്നിട്ട് സമയം അവിടെ ആളെല്ലാം വരാനുണ്ട്. നന്നായി, നല്ല കാര്യം. നമ്മൾ അങ്ങനെ ഒരു ചിന്ത ഇല്ലല്ലോ. നമ്മൾ സുവിശേഷത്തിൽ